ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ലോകത്തുള്ള പ്രമുഖ ക്രിസ്തീയ സംഘടനകളെല്ലാം തന്നെ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കാറുണ്ട്. അതിവേദനയിലൂടെ കടന്നുപോയ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ ധ്യാനിക്കാറുണ്ട്. മനുഷ്യകുലത്തിൻ്റെ സകല പാപങ്ങളെയും വഹിച്ചുകൊണ്ട് അതിൻ്റെ മുഴു ശിക്ഷാവിധിയും ഏറ്റെടുത്തുകൊണ്ട് ദൈവക്രോധത്തിൻ്റെ മഹാജ്വാലയിൽ വെന്തെരിഞ്ഞ കർത്താവിൻ്റെ ലോകജീവിതത്തിലെ അന്ത്യനിമിഷങ്ങളെ, അന്ത്യവാക്കുകളെ ഒക്കെ വൈകാരികതയോടെ ഓർക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥമായും കാൽവരിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പലരും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ആചരണം കഴിഞ്ഞ് വീണ്ടും പാപവഴികളിലേക്ക് മടങ്ങിപ്പോകയില്ലായിരുന്നു. ആചരിക്കാൻ മാത്രമായി വർഷത്തിൽ ഒരിക്കൽ കൂടി വന്ന് കണ്ട് തൃപ്തി തോന്നി മടങ്ങിപ്പോകയില്ലായിരുന്നു. ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ദൈവത്തിന് ദുഃഖമുണ്ട്. അവർക്ക് നേരെ ദൈവക്രോധം ഒരിക്കൽ വെളിപ്പെട്ടു വരുമെന്നറിയുക. അതുകൊണ്ടാണ് തൻ്റെ ക്രൂശീകരണ യാത്രയിൽ വിലപിക്കുന്ന സ്ത്രീകളെ നോക്കി കർത്താവ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിനെന്ന്. തന്നിൽ വിശ്വസിക്കാതെ തന്നെ തള്ളിപ്പറഞ്ഞ് രക്ഷയെ നഷ്ടമാക്കിയ ജനത്തിൻ്റെ മേൽ വരാൻ പോകുന്ന മഹാദുരന്തത്തെ ഓർത്ത് വിലപിക്കുന്നതിന് കർത്താവ് ഇവിടെ പറയുന്നു. അതെ, കർത്താവിൻ്റെ ക്രൂശിനെ ഓർത്ത് ആരും ഇനി വിലപിക്കണ്ട. പ്രതീകാത്മകമായി ഭാരമേറിയ തടിക്കുരിശും വഹിച്ച് ആരും മല കയറണ്ട, തീർത്ഥയാത്ര നടത്തണ്ട, സ്വയം ആരും മുറിവേൽപ്പിക്കണ്ട. അതൊക്കെ തികച്ചും വ്യർത്ഥമായ ആചാരങ്ങളാണ്. കേവലം മനസ്സുഖം ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാകാം, അറിയില്ല. എന്നാൽ കർത്താവിനെയും അവിടുത്തെ ദിവ്യഹിതത്തെയും മനസ്സിലാക്കി അനുസരിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെട്ടു വരുന്നു. ദൈവം ഒരുക്കിയ മഹാരക്ഷയെ കണ്ടിട്ടും വിശ്വസിച്ച് പ്രാപിക്കുന്നതിന് കഴിയുന്നില്ല എങ്കിൽ അതോർത്ത് കരയുക. ദൈവസ്നേഹത്തെ അവിശ്വസിച്ച് ദൈവത്തിൻ്റെ കരുതലിൽ സ്വസ്ഥമായിരിക്കാതെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വശീകരിക്കപ്പെട്ട് സ്വന്തം വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് നേരെ ദൈവനീതിയുടെ മഹാക്രോധം പ്രളയം പോലെ ഉരുൾപൊട്ടി വന്നു പതിക്കുമെന്നറിഞ്ഞിട്ട് അതിനിട വരാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സകല ക്രോധാഗ്നിയും താൻ ഒറ്റയ്ക്ക് വഹിക്കേണ്ടി വരും എന്നറിഞ്ഞിട്ടും മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, സകല ശിക്ഷയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവനീതി നിവർത്തിക്കുവാൻ, അകൃത്യയാഗമായി തന്നെത്താൻ അർപ്പിക്കുവാൻ, സ്വർഗീയ മഹിമകൾ വിട്ട് ഈ താണഭൂമിയിലേക്ക് സ്വയം ഇറങ്ങി വന്ന ദൈവിക വെളിപ്പാടാണ് യേശുക്രിസ്തു. ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഗത്സമന തോട്ടത്തിൽ യേശു ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. ക്രൂശിലെ ശാരീരിക വേദനയെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ അതിവേദനയോടെ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യകുലത്തിന്മേൽ വരുവാനുള്ള അതിഘോരമായ പാവശിക്ഷ നീക്കിക്കളയുന്നതിന്, അവർക്ക് പകരമായി പ്രായശ്ചിത്ത ബലിയായി തീരുവാൻ മനസ്സോടെ ഇറങ്ങി വന്ന യേശുവിന് കേവലം ശാരീരിക വേദനയോ ക്രൂശ് മരണമോ ഒന്നുമായിരുന്നില്ല ഈ മഹാവേദന. എന്നാൽ ക്രൂശീകരണ സമയത്ത് മനുഷ്യൻ്റെ പാപങ്ങൾ താൻ ഏറ്റെടുക്കുമ്പോൾ പാപത്തെ അത്യധികം വെറുക്കുന്ന പരമപരിശുദ്ധനായ സ്വർഗീയ പിതാവ് തന്നെ കൈവിടുകയും തന്നിൽ നിന്നും ദൂരത്ത് മാറി നിൽക്കുകയും ചെയ്യും എന്ന വലിയ സത്യമാണ് യേശുവിനെ ഇത്രയേറെ വേദനിപ്പിച്ചത്. പിതാവും പുത്രനും ഒന്നായിരിക്കെ ഒരിക്കലും വേർപിരിയാത്ത അസ്തിത്വമായിരിക്കുന്ന അവർ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എത്ര വലിയ വേദനയാണ് ഏറ്റെടുത്തതെന്ന് തിരിച്ചറിയുക. കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും പിതാവാം ദൈവത്തിങ്കിൽ നിന്നുള്ള വേർപാട് അതിഭീകരമായ അവസ്ഥയാണെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞിരുന്നു. പാപത്തിൽ മുഴുകി ആത്മാവിൽ മരിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഈ വേർപാടിൻ്റെ ആഴം തിരിച്ചറിയില്ല. എന്നാൽ കേവലമായ ശാരീരിക മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. അതിനാൽ ഈ ലോകത്ത് ആയുസ് തീരും മുമ്പേ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് ദൈവനീതി പ്രാപിക്കാത്തവർ വരുംകാല നിത്യതയിൽ മഹാശിക്ഷാവിധി ഏറ്റുകൊണ്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായി നിത്യമായ ശൂന്യതയും അപ്പോൾ തന്നെ അതിഭീകരമായ നരകദണ്ഡനങ്ങളും അനുഭവിക്കേണ്ടി വരും. ദൈവസാന്നിധ്യത്തിൻ്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത നിത്യമായ ആ ശൂന്യത ഭയാനകമായിരിക്കും. ഒരു മനുഷ്യാത്മാവിനും അത് സഹിക്കുന്നതിന് കഴിയില്ല. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഏക ഉദ്ദേശം തന്നെ ദൈവത്തോട് സ്നേഹക്കൂട്ടായ്മയിൽ നിത്യകാലം വസിക്കുക എന്നതാണ്. എന്നാൽ ജന്മസാഫല്യം ലഭിക്കാതെ ആത്മാവ് നിത്യമായ നിരാശയിൽ, ശൂന്യതയിൽ, വേദനയിൽ കഴിയുന്നതിൻ്റെ നിലവിളി അതിഭീകരമായിരിക്കും. വരുംകാല നിത്യതയിൽ നിത്യനിന്ദയ്ക്കായി ഉയർത്തെഴുന്നേൽക്കുന്ന പുനരുത്ഥാന ശരീരത്തിൽ നരകത്തിൻ്റെ നിത്യാഗ്നിയിൽ ഒരിക്കലും അവസാനിക്കാത്ത നിത്യദണ്ഡനം പാവമോചനം പ്രാപിക്കാത്ത മനുഷ്യനെ കാത്തിരിക്കുന്നു.
പാപത്തിൻ്റെ ഈ രണ്ടാം മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതിനാണ് കൃപ തോന്നി കർത്താവ് ഈ കഷ്ടമെല്ലാം സഹിച്ചത്. നമ്മുടെ യോഗ്യതയൊന്നും കണ്ടിട്ടല്ല കർത്താവ് ഈ ദൗത്യം ഏറ്റെടുത്തത്. തൻ്റെ കരത്താൽ മെനഞ്ഞ് താൻ ജീവശ്വാസം നൽകി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ സകല മനുഷ്യരെയും സ്ഥലകാലങ്ങൾക്കും അവരുടെ ജാതി മത ചിന്തകൾക്കും അതീതമായി ആഴമായി കർത്താവ് സ്നേഹിക്കുന്നു. ആ ഒരൊറ്റ കാരണം മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ. എന്നാൽ ഈ സ്നേഹം തിരിച്ചറിയുന്നതിനോ കർത്താവ് കാൽവരിയിൽ ഒരുക്കിയ രക്ഷയെ വിശ്വസിച്ച് സ്വീകരിക്കുന്നതിനോ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിനായി കർത്താവിനെ പിൻപറ്റുന്നതിനോ അധികം ആരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നവരിൽ പലരും യഥാർത്ഥമായും ഈ രക്ഷയെ പ്രാപിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഈ ദുഃഖകരമായ സത്യം അധികം ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് ദുരന്തം. എന്നാൽ ദൈവവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. 4:24 പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകിയാൽ തന്നെ. ഇത്രയും വ്യക്തവും ശക്തവുമായി ദൈവവചനം നമ്മോട് ഇടപെട്ടിട്ടും ഈ രക്ഷകനെ നിരസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അതിഘോരമായ ന്യായവിധിയെ നേരിടേണ്ടി വരും. ആർക്കും അത് സഹിച്ചു നിൽക്കാൻ കഴിയില്ല. ദൈവം കാൽവരി ക്രൂശിൽ തൻ്റെ അതിമഹത്തായ നീതിയെ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അറിഞ്ഞില്ല എന്ന് ഇനി ആർക്കും പറയുവാൻ കഴിയില്ല. പാപത്തിന് നേരെ ദൈവത്തിൻ്റെ നീതി ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്ന് കാൽവരി ക്രൂശ് അതിശക്തമായി വിളിച്ചു പറയുന്നു. ഒന്നുകിൽ ദൈവസ്നേഹത്തെ കണ്ടറിഞ്ഞ് കർത്താവ് ഒരുക്കിയ നിത്യരക്ഷയെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതിന് തയ്യാറാകുക, അല്ലെങ്കിൽ നിത്യം ദൈവക്രോധാഗ്നിയിൽ വെന്തെരിയുന്നതിന് സ്വയം ഏൽപ്പിച്ചു നൽകുക. പ്രിയമുള്ളവരെ, ഈ രണ്ട് സാധ്യതയെ ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും ഇനിയുള്ളൂ. തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. സ്വയം നീതിയിൽ ആശ്രയിക്കാതെ ദൈവകൃപ ഏറ്റെടുത്ത് വിനയപൂർവ്വം മുന്നോട്ട് വരുന്ന ഏതൊരാളെയും സഹായിക്കുന്നതിന് ദൈവം പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് മനുഷ്യനെ ദൈവവചന സത്യങ്ങളിലൂടെ വഴി നടത്തുകയും ആത്യന്തികമായി നിത്യരക്ഷയെ പ്രാപിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതിനായി ദൈവം സകല മനുഷ്യരെയും തിരികെ വിളിക്കുന്നു. വിളി കേട്ട് മടങ്ങി വരിക. ദൈവം എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. ദൈവനാമം എന്നും മഹത്വം എടുക്കട്ടെ.